നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അയ്യോ, ഇതൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ലായിരുന്നു. ഞാനിപ്പോ ചായ കുടിച്ചതാ. അത് സാരമില്ല. ആദ്യമായിട്ട് സ്വന്തം പേരും ഐഡന്റിറ്റിയും പറഞ്ഞ് ഈ വീട്ടിൽ വന്നതല്ലേ, ഒരു ചായയൊക്കെ ആവാം. ശരിയാ, കള്ളപ്പേരിലാണെങ്കിലും ഈ വീട് കണ്ടുപിടിക്കാൻ ഞാൻ എത്ര ബുദ്ധിമുട്ടെന്നറിയോ. മാത്രമല്ല, ഞാൻ വന്ന് സംസാരിക്കുന്ന സമയത്തൊക്കെ ഞാൻ രാധയല്ല അഞ്ജലിയാണെന്ന് പറഞ്ഞ് താൻ എന്നെ ഒഴിവാക്കി പോകുമ്പോ എന്റെ മനസ്സിൽ തീ കത്തുമായിരുന്നു. ഒന്നാമത് സുഭദ്രാമ്മയോടുള്ള എന്റെ കടപ്പാട്, രണ്ട് എന്റെ അച്ഛനെ ശരീരം പോലും തരാതെ ഇല്ലാതാക്കിയ മേഘനാഥനോടുള്ള പക. ഇതിനൊക്കെയുള്ള പരിഹാരമായിരുന്നു താൻ. അതുകൊണ്ടാണ് ഞാൻ വിടാതെ പിന്നാലെ നടന്നതും. ചതിക്കാനല്ല വേണുവേട്ടം വന്നതെന്ന് എനിക്ക് ആദ്യമേ ബോധ്യപ്പെട്ടിരുന്നു. എങ്കിലും അങ്ങനെ ഒഴിഞ്ഞു മാറിയത് മേഘനാഥനെ ഭയപ്പെട്ടതുകൊണ്ട് തന്നെയാ. എന്റെ കുട്ടികള് ആപത്ത് കൂടാതെ ജീവിക്കണമെന്ന് കരുതിയതുകൊണ്ട് മാത്രം. മനസ്സിലായി. എന്തായാലും പിന്നീടെങ്കിലും താൻ തൃപ്പങ്കോട്ട രാധയാണെന്ന് സമ്മതിച്ച് മുന്നോട്ട് വന്നല്ലോ, അത് തന്നെ ആശ്വാസം. ശരി ശരി, നടന്നത് നടന്നു കഴിഞ്ഞു. ഇനി ആ മേഘനാഥൻ കൊടുത്തിരിക്കുന്ന കേസിന്റെ ഡീറ്റെയിൽസ് പറയൂ. ഒന്നും അറിയില്ല എനിക്കതിനെപ്പറ്റി. പറയാം. തൃപ്പങ്കോട്ട് തറവാട്ടിലെ ഒരവകാശികളും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലെന്നും അതുകൊണ്ട് വിവാഹം വഴി ആ തറവാട്ടിലേക്ക് ബന്ധുവായി വന്ന തനിക്ക് മുഴുവൻ സ്വത്തുക്കളുടെയും കൈവശ അവകാശവും കൈമാറ്റ അവകാശവും നിയമപരമായി സ്ഥാപിച്ചു തരണമെന്നാണ് അയാളുടെ കേസ്. കേസിൽ കുടുംബ വക്കീൽ എന്ന നിലയിൽ ഞാൻ സ്വമേധയാ കക്ഷി ചേർന്നിട്ടുണ്ട്. നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് അഫിഡവിറ്റ് ഫയൽ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഹാജരാകണമെന്നാണ് മേഘനാഥന്റെ ഇപ്പോഴത്തെ വാദം. മനസ്സിലായി. ഇനി പറയൂ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? രണ്ട് കാര്യം. ഒന്നാമത്, രാധ സുഭദ്രാമ്മയുടെ മകനായ അച്യുതിനെയും കൊണ്ട് ജഡ്ജിയുടെ മുന്നിൽ പ്രസന്റ് ആവണം. രണ്ട്, ജഡ്ജിക്ക് കൊടുക്കാൻ ഒരു സത്യവാങ്മൂലം തയ്യാറാക്കിയിട്ടുണ്ട് ഞാൻ. മറ്റൊന്നുമല്ല, ഞാൻ രാധയാണ്. എന്റെ കൂടെയുള്ള കുട്ടി എന്റെ മൂത്ത സഹോദരി സുഭദ്രയുടെ മകനാണ്. മേഘനാഥന്റെ ഭീഷണി നിമിത്തം ഒളിച്ചു ജീവിക്കുന്നു എന്നൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ്. കോടതിയിൽ നേരിട്ട് വന്ന് അതൊന്ന് ഒപ്പിട്ട് തരണം. അതോടെ കഴിയും ഒന്നാമത്തെ ഘട്ടം എന്ന് പറയാം. ശരി, ഞാനും അച്ഛവും കോടതിയിൽ വന്ന് പറഞ്ഞതുപോലെ ചെയ്തോളാം. സന്തോഷം. പക്ഷേ ആ വരവിലൊരു റിസ്ക് ഉണ്ട്. അവസാന ദിവസം ആയതുകൊണ്ട് മേഘനാഥൻ വലിയ കരുതലെടുക്കും, അത് തീർച്ചയാ. അതിന്റെ അപകടം നമ്മൾ മുൻപേ തന്നെ കാണണം. അതുകൊണ്ട് കൃത്യമായി ഞാൻ പറയുന്ന നിർദ്ദേശമനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാവൂ. രാവിലെ 9 മണിക്ക് ഇവിടെ റെഡിയായിരുന്നുള്ളൂ. എന്തു വേണം, എങ്ങനെ വേണമെന്നൊക്കെ ഞാൻ അറിയിച്ചുകൊണ്ടിരിക്കും. ഇൻഫാക്ട് ഇത് ഒരു ഞാണന്മേൽ കളിയാണെന്നും സ്വന്തം ജീവൻ മരണ പോരാട്ടമാണെന്ന് വിചാരിച്ചു വേണം മുന്നോട്ട് പോവാൻ. എന്താ, എല്ലാം ഓക്കെ അല്ലേ? ഡബിൾ ഓക്കെയാണ്. ഞങ്ങൾ ഉണ്ടാവും കൂടെ. താങ്ക്സ് ലോട്ട്. അപ്പോ ഇനി എല്ലാം ഫോണിൽ. ഗുഡ് ലക്ക്. എന്തായി, അവളും എന്റെ മോനും വന്നോ? ഇതുവരെ അങ്ങനെ ആരും കോടതി ഉളപ്പിൽ കയറിയിട്ടില്ല. ഗേറ്റിൽ ഞാൻ നിൽപ്പുണ്ട് സാറേ. പിന്നെ കോറിഡോറിലെ സ്റ്റെയർ കേസിന് താഴെയും നിരീക്ഷണത്തിന് ഞാൻ നമ്മുടെ ആൾക്കാരെ നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഇതേ കോട്ടയ്ക്കലോ തൃപ്പങ്കോട്ട് ദേശമോ അല്ല. സൈന്യങ്ങളെ വിന്യസിക്കാൻ ഇത് കോടതി കോമ്പൗണ്ടാ. നീതി നിഷേധിക്കപ്പെട്ട ആർക്കും എപ്പോ വേണേലും കടന്നു വരാം. ഒരു മേഘനും നാഥനും തടയില്ല. തടഞ്ഞാൽ തടങ്കല്ലാവും താൻ ഉൾപ്പെടെ. ഇവനെ തൂക്കിയെടുത്ത് കാറിന്റെ ഡിക്കിയിലേക്ക് ഇട. അത് കഴിഞ്ഞു മതി അവളെ തിരയുന്നത്. എന്താ അവിടെ നടക്കുന്നത്?
ഹൂ ദ ഹെൽ ആർ യു? അത് താൻ ബാർ കൗൺസിലിൽ പോയി അന്വേഷിച്ചാൽ മതി. കോടതി കോമ്പൗണ്ടിനുള്ളിൽ വെച്ച് ഒരു വക്കീലിനെ കയ്യേറ്റം ചെയ്താൽ തന്നെ ഇപ്പൊ തന്നെ പിടിച്ച് ജയിലിടും. എന്തായാലും താൻ ജയിലിൽ പോകേണ്ട ആളാ. അതിനൊരല്പം സമയം എടുക്കുന്നേ ഉള്ളൂ. കോടതി വരാന്തയിൽ വെച്ച് വക്കീലിന്റെ കഴുത്തിന് പിടിച്ച് തന്റെ ജയിൽവാസം നേരത്തെയാക്കാൻ തിരക്ക് കൂട്ടല്ലേ? ഓ, ഈ ജൂനിയറിന്റെ സീനിയർ സംരക്ഷകൻ തൃപ്പങ്ങോട് വാസുദേവന്റെ മക്കൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോന്ന് കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള ദൗത്യമേറ്റെടുത്ത വലിയ വക്കീൽ. അതിന് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ വക്കീലെ? തിരക്ക് കൂട്ടാതെ മേഘൻ സാറേ, 11 മണിക്കാ കോടതി കൂടുന്നത്. അതുവരെ ഒന്ന് ക്ഷമിക്കേണ്ടി വരും. പണ്ട് സുഭദ്രാമയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി മാത്രമല്ല ഞാൻ ഈ കേസുമായി നടക്കുന്നത്. നിങ്ങൾ ക്രൂരമായി കൊന്നു തള്ളിയ എന്റെ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടുന്നതിന് വേണ്ടിയാ. ഓ, ഓരോ ദിവസവും ചോരയിൽ പിടയുന്ന എന്റെ അച്ഛന്റെ മുഖം ഞാൻ ഓർക്കും. അപ്പോഴൊക്കെയും തന്റെ ജയിൽവാസമാണ് ഞാൻ സ്വപ്നം കാണുന്നത്. അതിനി അധിക സമയമില്ല മേഘനാഥ. അതിനുവേണ്ടി ഒരമ്മയും മകനും ഇവിടെ വരണമെങ്കിൽ വന്നിരിക്കും. തടയാൻ പറ്റുമെങ്കിൽ തടയാൻ നോക്ക്. സാറ് വരൂ, അവരിപ്പോ എത്തും. കോടതിക്കകത്തേക്ക് ഇതല്ലാതെ വേറെ വഴിയുണ്ടോ? മറ്റേ ഗേറ്റ് ക്ലോസ് ആണ് സാർ. തൽക്കാലം ഈ ഒരു വഴിയേ ഉള്ളൂ. വാദിക്കും പ്രതിക്കും ജഡ്ജിക്കും സാക്ഷിക്കും എല്ലാം ഒറ്റ വഴി മാത്രം. ശരി, എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. നിങ്ങൾ പൂർണ്ണമായ വേണു വക്കീലിനെ ഫോളോ ചെയ്താൽ മതി. ഞാൻ ഈ നടയിൽ നിൽക്കാം. അയാളുടെ നീക്കങ്ങളിൽ എന്തെങ്കിലും സൂചന കിട്ടിയാൽ ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതി. ശരി സാർ, പോവാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.